നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം മറ്റൊരു ബംഗാളാക്കി CPMന് ചരമക്കുറിപ്പെഴുതിയ സെക്രട്ടറി MV ഗോവിന്ദന്റെ രാജി ആസന്നമായിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്നുവരുന്ന ജില്ലാ കമ്മിറ്റി അവലോകനങ്ങളിലെല്ലാം ഗോവിന്ദന്റെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് അതിദയനീയ തോൽവിക്ക് ആക്കം കൂട്ടിയത് എന്ന വിധി എഴുതിയിരിക്കുകയാണ്. ലോകസഭയിലും പഞ്ചായത്തിലും തദ്ദേശങ്ങളിലും ഇപ്പോൾ നിയമസഭയിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തോൽവി ആവർത്തിക്കാൻ ഏക കാരണം MV ഗോവിന്ദന്റെ അഹങ്കാരം ഒന്നു മാത്രമാണെന്നും ഇനിയൊരു നിമിഷം ബാക്കി വെക്കാതെ ഇയാളെ പുറത്താക്കണമെന്നുമാണ് ജില്ലാ നേതാക്കളുടെ അന്ത്യശാസനം. മൈക്ക് ഓപ്പറേറ്ററെയും പത്രക്കാരെയും പുച്ഛത്തോടുകൂടി കാണുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു CPM ഗുണ്ടായിസം പാർട്ടി സെക്രട്ടറി അപജയിച്ചിരിക്കുന്നു എന്നും കേരളത്തിലെ ജനങ്ങൾ ഗോവിന്ദനെയും പിണറായിയെയും പരമ പുച്ഛത്തോടുകൂടിയാണ് കാണുന്നത് എന്നും ഇരുവരും ചേർന്ന് പാർട്ടിയെ തരിപ്പണമാക്കിയെന്നും മിക്ക ജില്ലാ കമ്മിറ്റികളും കുറ്റപത്രം വായിച്ചു. പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ പിന്തുണയ്ക്കാൻ ഇങ്ങനെ ഒരു ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്ന് കെട്ടിയിറക്കേണ്ടതില്ലായിരുന്നുവെന്ന് ഇയാൾ CPMന് ചരമക്കുറിപ്പ് എഴുതിയെന്നുമാണ് വിവിധ ജില്ലകളിൽ ഉയർന്ന വിമർശനം. പിണറായി വിജയൻ മരുമകൻ റിയാസിനു വേണ്ടി പാർട്ടിയെ വിറ്റതുപോലെ തളിപ്പറമ്പ് സീറ്റ് ഗോവിന്ദൻ ഭാര്യ ശ്യാമളയ്ക്ക് ദാനം കൊടുത്തു, തോൽവി വിലക്ക് വാങ്ങി എന്നൊക്കെയാണ് അണികളുടെ വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരായ അണികളുടെ എതിർപ്പ് അവഗണിച്ച് തിരിച്ചടിയായി എന്നും തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും പ്രതിസന്ധി കണ്ണൂരിലാകെ എതിർവികാരം ഉണ്ടാക്കിയെന്നുമാണ് വിധിയെഴുത്ത്. സംസ്ഥാനത്തെ സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോഴുള്ള ധാർഷ്ട്യവും ശരീരഭാഷയും ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം പിഴവ് സംഭവിച്ചതായും വിമർശനം ഉയർന്നു. പാർട്ടിയിൽ പിണറായിയുടെ ഏകാധിപത്യമാണെങ്കിലും എറണാകുളത്ത് P രാജീവന്റെ ഏകാധിപത്യമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പാർട്ടി വിട്ടുപോയ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും G സുധാകരനും ഒക്കെ ജയിച്ചു കയറിയത് പാർട്ടി കോട്ടകളെ തരിപ്പണമാക്കിക്കൊണ്ടാണ് എന്നാണ് പറയുന്നത്. 3 മണ്ഡലത്തിലും അണികളിൽ നേർ പകുതി പേർ CPMനെ തള്ളി വിമതകർക്ക് വോട്ട് ചെയ്തു. പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. പാർട്ടിയിൽ പിണറായി വിജയൻ മാത്രം എന്ന രീതിയിലാണ് നിലവിലുള്ളതെന്നും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മാത്രം ഉയർത്തിക്കാട്ടിയത് തിരിച്ചടിയായെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. MV ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് സംസ്ഥാനത്ത് മുഴുവൻ ചർച്ചയായി. KK ശൈലജ ടീച്ചറെ അവഗണിച്ചതിൽ ജനം നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നും MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി നിർത്തിയതിനെതിരെ പാർട്ടിയിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ മുതിർന്ന നേതാവ് TK ഗോവിന്ദൻ പാർട്ടി വിട്ട് വിമതനായി മത്സരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPMന് അപ്രതീക്ഷിത പരാജയങ്ങൾ നേരിടേണ്ടി വന്നു. സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ ജനവികാരം പരിഗണിക്കുന്നതിൽ പിഴവുണ്ടായി എന്ന് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരാം വണ്ണം വാർത്താ സമ്മേളനം നടത്താൻ പോലും അറിയില്ല എന്നും സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനങ്ങൾ പാർട്ടിയെ പരിഹസിക്കാൻ എതിരാളികൾക്കടക്കം അവസരം നൽകുന്നുവെന്നുമാണ് വിമർശനം. സ്വന്തം പാർട്ടി തന്നെ എതിർത്തിട്ടും എലത്തൂരിൽ AK ശശീന്ദ്രനെ സ്ഥാനാർത്ഥിത്വം അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നും TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മത്സരിച്ചതോടുകൂടി LDF കൺവീനർ എന്ന നിലയിലുള്ള പ്രവർത്തനം ഇല്ലാതെയായി. ബാലുശ്ശേരി, നാഥാപുരം, എലത്തൂർ എന്നിവിടങ്ങളിലെ തോൽവി തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഇവിടങ്ങളിൽ പ്രത്യേക പരിശോധന വേണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ഇതിനെല്ലാം അടിസ്ഥാന കാരണം ഗോവിന്ദനും പിണറായി വിജയനുമാണെന്ന് ജില്ലാ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. ഭാര്യ PK ശ്യാമള മത്സരിച്ചതോടുകൂടി ഗോവിന്ദൻ കണ്ണൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്നും വിമർശനമുണ്ട്. ശ്യാമള മത്സരിക്കുന്ന തളിപ്പറമ്പിൽ മാത്രം ഒതുങ്ങി നിന്നെന്നും മറ്റിടങ്ങളിൽ വേണ്ട വിധം പ്രചരണം നടത്തിയില്ല എന്നുമാണ് വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഇവിടങ്ങളിലെല്ലാം തിരിച്ചടിയായി. ആര്യ രാജേന്ദ്രനെയും ജില്ലാ കമ്മിറ്റികളിൽ കടുത്ത വിമർശനം ഉയർന്നു. മുൻ മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവമതിപ്പുണ്ടാക്കി. നേമത്ത് 1400 വോട്ട് ലീഡ് പ്രതീക്ഷിച്ച ബൂത്തിൽ 5 വോട്ടിന് ലീഡ് മാത്രമാണ് ലഭിച്ചതെന്നാണ് V ശിവൻകുട്ടിയുടെ സങ്കടം. നിലവിലെ സാഹചര്യത്തിൽ MV ഗോവിന്ദനെ മുന്നിൽ നിർത്തി CPM കേരളത്തിൽ ഇനി രക്ഷപ്പെടില്ലെന്നും അണികൾ ഏറെയും പാർട്ടി ഉപേക്ഷിച്ചതായും കേരളം തിരിച്ചറിയുകയാണ്.